എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് PM കിസാൻ നിധി യോജനയുമായി ബന്ധപ്പെട്ട് വന്ന പുതിയൊരു അപ്ഡേറ്റ് ആണ്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. രാജ്യമെമ്പാടുമുള്ള കർഷകർ കാത്തിരുന്ന PM കിസാൻ സമ്മാൻ നിധി യോജനയുടെ 19ാമത്തെ ഗഡു പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഫെബ്രുവരി മാസം 24-ാം തീയതി കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുമെന്നാണ് അറിയാനും കഴിഞ്ഞിട്ടുള്ളത്. 20,000 കോടി രൂപയിലധികമാണ് ഇന്ത്യയിൽ ആകമാനമുള്ള കർഷകർക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കർഷക സമൂഹത്തെ പിന്തുണയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. പേയ്മെൻറ്റുകൾ ലഭിക്കുന്നതിൽ കാലതാമസം ഉണ്ടാകാതിരിക്കാൻ അവരുടെ KYC പൂർത്തീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ KYC പൂർത്തിയാക്കുന്നതിനോടൊപ്പം അവർക്ക് അവരുടെ ഗുണഭോക്തൃ വിഹിതം കൃത്യസമയത്ത് തന്നെ അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതിന് സഹായിക്കുന്നു. PM കിസാൻ പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ അറിയുന്നതിന് വേണ്ടി നമുക്ക് pmkisan.government.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. നമുക്ക് KYCയുടെ മറ്റ് പ്രാധാന്യങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കുമ്പോൾ PM കിസാൻ നിധി പ്രകാരം ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് KYC പൂർത്തിയാക്കേണ്ടതാണ്. ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ജനസേവന കേന്ദ്രങ്ങൾ വഴി നമുക്ക് സന്ദർശിച്ച് പൂർത്തീകരിക്കാവുന്നതാണ്. ഈ പ്രക്രിയ പൂർത്തീകരിക്കുന്നത് മുഖേന നമുക്ക് തവണകൾ കൃത്യമായി തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതിന് സാധിക്കുന്നതാണ്. പൂർത്തിയാക്കാൻ കാലതാമസം എടുക്കുന്നവർക്ക് അവരുടെ തവണകൾ സ്വീകരിക്കുന്നതിലും പ്രശ്നങ്ങൾ നേരിടാം. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന ഗുണഭോക്തൃ പട്ടിക എങ്ങനെ നമുക്ക് പരിശോധിക്കാമെന്ന് നമുക്ക് നോക്കാം. pmkisan.government.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അവിടെ നമുക്ക് കർഷക കോർണർ എന്ന ബട്ടൺ നമുക്ക് ആക്സസ് ചെയ്യുന്നതിലൂടെ ഗുണഭോക്തൃ പട്ടിക നമുക്ക് ക്ലിക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ അവിടെ നമ്മുടെ സംസ്ഥാനം, ജില്ല, നമ്മുടെ ഉപജില്ലയെല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് മുഖേന നമുക്ക് ഒരു റിപ്പോർട്ട് നമുക്ക് പട്ടികയായിട്ട് ലഭിക്കുന്നതാണ്. ഇവിടെ നമ്മുടെ പേരുണ്ടെങ്കിൽ നമുക്ക് ഈ ഗുണഭോക്തൃ പട്ടികയിൽ നമുക്ക് അംഗമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ 19ാം ഗഡു എല്ലാവരും മനസ്സിലാക്കി വയ്ക്കുക. 24-ാം തീയതി തന്നെ നമുക്ക് അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റു ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നിലവിലെ കതിർ ആപ്പ് നിർബന്ധമാക്കിയിട്ടില്ല. തുടർന്നുള്ള ഗഡുകൾക്കും മറ്റ് ആനുകൂല്യങ്ങൾക്കുമാണ് കതിർ ആപ്പ് നിർബന്ധമാക്കുന്നത്. അപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കുക. കതിർ ആപ്പ് ചെയ്തവർക്ക് അല്ലെങ്കിൽ ചെയ്യാത്തവർക്ക് ഈ അക്കൗണ്ടിലേക്ക് അവരുടെ വിഹിതം വരുമോ ഇല്ലയോ എന്നൊന്നും പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എല്ലാവരും തന്നെ KYC ഒക്കെ പൂർത്തീകരിച്ച് അവരുടെ വിഹിതങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്ത് ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിക്കുവാൻ ശ്രദ്ധിക്കുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.